നമസ്കാരം. ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ അതിൽ കഴിഞ്ഞ ദിവസം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കി, ലെൻസസ് ലോ എന്താണെന്ന് മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിലുള്ളവർ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നന്നായി ഓർത്തെടുത്ത് ഈ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവ്വം ഇരിക്കേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുക. മാത്രമല്ല ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവ്വം ഇരിക്കുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നും ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നും ഒക്കെയാണ് അല്ലേ. ഫസ്റ്റ് ലോ പഠിച്ചു, സെക്കൻഡ് ലോ പഠിച്ചു, ലെൻസസ് ലോ പഠിച്ചു. ലെൻസസ് ലോ അനുസരിച്ച് എന്തിനാണ് മൈനസ് സൈൻ കൊടുത്തേക്കുന്നത് നമ്മൾ പഠിച്ചു. E = മൈനസ് d∅dt നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഓപ്പോസസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. ലെൻസസ് ലോ നമുക്കപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖാന്തരം ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ലോയാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഇതേപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള റൂളാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമുക്കിന്ന് വേരിയസ് മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് EMF ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേരിയസ് മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പഠിച്ചു. ഒരു മെത്തേഡ് എന്തായിരുന്നു? ഒരു മെത്തേഡ് induced EMF can be produced by changing the magnetic field അല്ലേ. ചേഞ്ചിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ നമുക്കൊരു കോയിലിൽ EMF ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് φ = എന്താണ് പഠിച്ചത്? φ = B.A എന്നാണ് പഠിച്ചത് അല്ലേ. സോ ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ഇൻഡ്യൂസ്ഡ് EMF. ഒരു മെത്തേഡ് എന്താണ്? ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ബൈ ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഫ്ലക്സ് φ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ മതി. എന്താ ഈ ഫ്ലക്സ് φ ചേഞ്ച് ചെയ്യുന്ന പറയാൻ നമ്മൾ പഠിച്ചു. EMF = മൈനസ് d∅dt എന്നാണ് പഠിച്ചത് അല്ലേ. മൈനസ് d∅dt. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു മാർഗം മാഗ്നറ്റിക് ഫ്ലക്സിനെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ മതി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ A ചേഞ്ച് ചെയ്താലും പറ്റും. ബൈ ചേഞ്ചിങ് ദ ഏരിയ ഓഫ് ദ കോയിൽ. ഏരിയ ഓഫ് ദ കോയിൽ വെച്ചാൽ നമുക്ക് കോയിൽ അറിയാം. കോയിൽ എന്താ? കണ്ടക്റ്റിംഗ് വയർ ചുറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബൈ ചേഞ്ചിങ് ഏരിയ A ഓഫ് ദി കോയിൽ, അതായത് ബൈ ഷ്രിങ്കിങ് ഓർ സ്ട്രെച്ചിങ് ഓർ ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ദ കോയിലാണ് അതിൻ്റെ അർത്ഥം അല്ലേ. കോയിലിൻ്റെ ഷേപ്പ് മാറ്റിയാലും ഏരിയ മാറ്റിയാലും നമുക്ക് ഫ്ലക്സ് മാറ്റാം. ഏരിയ എന്ന് പറയുമ്പോൾ πr² ആവും അല്ലേ. സർക്കുലർ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഏരിയ ചേഞ്ച് ചെയ്താലും നമുക്ക് ഫ്ലക്സ് മാറ്റാം. വേറൊരു മാർഗം നമുക്കറിയാം. ഈ ഫ്ലക്സ് φ നമുക്ക് എന്നാ എഴുതാം? φ = BA cos θ അല്ലേ. വേർ cos θ is the angle between the direction of magnetic field and the area vector ആണ്. അപ്പോൾ ഈ പറയുന്ന ഒരു സർഫസിൽ ഇത് B ആണെന്ന് വെച്ചോ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇത് ഏരിയ വെക്ടറും ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ cos θ cos 0 ആവും. cos 0 അപ്പോൾ എന്താ 1 ആവും. ഫ്ലക്സ് φ = മാക്സിമം ആയിരിക്കും. അപ്പോൾ ഒരു മാർഗം ഫ്ലക്സ് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചേഞ്ചിങ് ഫ്ലക്സ് കൂട്ടാൻ വേണ്ടി by changing angle theta between the direction of B and normal to the surface area അല്ലേ. that is changing the relative orientation of the surface area and the magnetic field എന്ന് വെച്ചാൽ ബിയും എയും തമ്മിലുള്ള ആംഗിൾ മാറ്റിയാലും നമുക്ക് ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യിക്കാം. അപ്പോൾ ഈ 3 മെത്തേഡാണ് ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ. നമുക്കിന്ന് ഇതല്ലാതെ ഒരു മെത്തേഡും കൂടെ ഒന്ന് കാണാം. നമുക്ക് കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ സിലബസിൽ മോഷണൽ EMF, അതായത് ഇൻഡ്യൂസ്ഡ് EMF ബൈ ചേഞ്ചിങ് ദ ഏരിയ A, അതായത് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്താണ് മോഷണൽ EMF നോക്കാം. അപ്പോൾ മോഷണൽ EMF പഠിക്കുന്നതിന് വേണ്ടി എനിക്കൊരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു ചെറിയ സെറ്റപ്പ്. ഇതൊരു റെക്റ്റാങ്കുലർ കണ്ടക്റ്റിംഗ് ലൂപ്പാണ്. അതിൻ്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് PQRS എന്ന് വെച്ചാൽ ഇത് റെക്റ്റാങ്കുലർ ലൂപ്പാണെന്നേ പറയാം. റെക്റ്റാങ്കുലർ ലൂപ്പ് ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പ്, കറണ്ടിനെ പാസ് ചെയ്ത ലൂപ്പാണ്. ഒരു വയറാണ് ഇങ്ങനെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ വെച്ചേക്കാണ്. ഞാൻ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇൻടു മാർക്ക് കൊടുത്താൽ അർത്ഥം ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആൻഡ് ഡയറക്റ്റ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ ഈ പേന അകത്തേക്ക് കുട്ടിയാൽ ലൈൻസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്
ഈ പേപ്പറിനുള്ളിലേക്ക്, മുകളിൽ നിന്ന് ഈ പേപ്പറിനുള്ളിലേക്കാണെന്നാണ് ഇൻറ്റു മാർക്ക് കാണിക്കുന്ന അർത്ഥം. അപ്പോൾ ഓർത്തിരിക്കാം. ഇനി ഇങ്ങനെ ഒരു മാർക്കായിരുന്നു ഫിഗറിലോ ടെക്സ്റ്റിലോ ഒക്കെ ഉള്ളതെങ്കിൽ ഇതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പേപ്പറിനുള്ളിൽ നിന്ന് പുറത്തേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻറ്റു മാർക്ക് കണ്ടാൽ മനസ്സിലാക്കുക, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ആൻഡ് ഗോയിങ് ഇൻവേഡ്സ്. ഡോട്ടാണ് കാണുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കമ്മിങ് ഔട്ട്വേഡ്സ് ഫ്രം ദി പേപ്പർ അല്ലെങ്കിൽ ദ പ്ലെയിൻ. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റു മാർക്ക് മൊത്തം വരയ്ക്കേണ്ടതാണ്. ഞാനിപ്പോൾ തൽക്കാലം വരയ്ക്കുന്നില്ല. എൻ്റെ ഫിഗർ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. ആക്ച്വലി ദിസ് ഈസ് ദ ഫിഗർ. ഈ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇൻറ്റു മാർക്ക് എല്ലായിടത്തും ഞാൻ എല്ലാവരും വരയ്ക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പി എസ് എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ ലെങ്ത് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ പി എസ് എന്ന സൈഡ് എനിക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇത് മൂവബിൾ, അതായത് ഈ പി എസ് ഈ പെന്നാണെങ്കിൽ എനിക്ക് ഈ പി എസിന് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഞാൻ ഈ പി എസിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഇതെല്ലാം ഇൻറ്റു മാർക്കാണ് കാണുന്നത്. ഇൻറ്റു മാർക്ക് എന്ന് വെച്ചാൽ എന്താ, മാഗ്നറ്റിക് ഫീൽഡ്. മഴ പെയ്യുന്ന പോലെ ഇവിടെ എല്ലാം എന്നാ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഞാൻ ഈ പി എസ് എന്ന് പറയുന്ന ഈ കണ്ടക്റ്റിംഗ് വയറിന്, ഇതൊരു കണ്ടക്റ്റിംഗ് വയറാണ്, കണ്ടക്റ്റിംഗ് മെറ്റീരിയലാണ്, കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടറാണ്. ഇയാളെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മൂവ് ചെയ്യിക്കും. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഓർത്തിരിക്കാം. ആകെ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മോഷൻ നിയമം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. ആ സെറ്റപ്പിൽ PQRS എന്നൊരു കണ്ടക്ടറായിരുന്നു. അതൊരു റെക്ടാങ്കുലർ ഷേപ്പിലായിരുന്നു. അതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ PS എന്ന ആ ലെങ്ത് വശം എനിക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. X ഈസ് ദ ഡിസ്റ്റൻസ്. അതായത് ഞാൻ ഈ ഭാഗത്തെ ഇങ്ങോട്ട് നീക്കുമ്പോൾ X ഡിസ്റ്റൻസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബ്രെഡ്ത്താന്ന് വിചാരിച്ചാൽ മതി X എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ PS മൂവ് ചെയ്യിക്കുമ്പോൾ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് PQRS ഡിക്രീസസ്. അതായത് ഇതിൻ്റെ ഏരിയ കുറയുമല്ലോ, ഏരിയ അകത്തോട്ട് മാറി ഏരിയ കുറയും. Therefore, the amount of magnetic flux linked with the loop decreases. അതായത് ഇതാണ് ലൂപ്പ്. ഇയാൾ ഇങ്ങോട്ട് മാറുന്നതനുസരിച്ച് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കുറഞ്ഞുകൊണ്ടേയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കുറയുമ്പോൾ അത് കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അത് മാഗ്നറ്റിക് ഫീൽഡ് അതിന് പുറത്തായിരിക്കും. പിന്നെ ഇയാളിങ്ങി മാറുമല്ലോ, ഇയാളിങ്ങി അവിടെ നിന്ന് മാറിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ the amount of magnetic flux linked with the loop decreases. അപ്പോൾ അവിടെ ഏരിയയിൽ ചേഞ്ച് ഉണ്ടായി അല്ലേ. അപ്പോൾ നേരത്തെ പഠിച്ചു നമ്മൾ ഏരിയയിൽ ചേഞ്ച് ഉണ്ടായാൽ എന്ത് പറ്റും? ഏരിയയിൽ ചേഞ്ച് എന്തിൽ ചേഞ്ച് ഉണ്ടാക്കാം? ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാക്കാം. ആ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായെങ്കിൽ EMFും ജനറേറ്റ് ചെയ്യും, ഇൻഡ്യൂസ്ഡ് EMFും ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഈ PS എന്ന ഭാഗം നീക്കുമ്പോൾ ഏരിയ കുറയുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ പ്രൊഡ്യൂസസ് ആൻ EMF. PS എന്ന ലെങ്ത് L എന്നാണ്. PS എന്ന ലെങ്ത് L ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന റെക്ടാങ്കുലർ കണ്ടക്റ്റിംഗ് ലൂപ്പിൻ്റെ ലെങ്ത്, അതായത് PS ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നീളം ലെങ്ത് ആണ്, L ആണ് എന്നൂടെ ഓർത്തിരിക്കാം. അപ്പോൾ നമുക്കറിയാം PS L ആണ്, RS X ആണ്. Therefore ഫ്ലക്സ് ഫൈ എന്നാ എഴുതണം? B ഡോട്ട് ഏരിയ അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പ് ആയതിനാൽ ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് Lഉം ബ്രെഡ്ത്ത് Xഉം ആയതുകൊണ്ടാണ്. അപ്പോൾ ഫൈ B ഡോട്ട് LAക്ക് പകരം LA ഇൻറ്റു X എന്ന് എഴുതും. ശരിയല്ലേ? അഥവാ ഫൈ BLX എന്ന് എഴുതും. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എക്സ് ചേഞ്ചിങ്, അതായത് PS ഇങ്ങോട്ട് നീക്കും തോറും എക്സ് എന്നാ പറ്റും, കുറഞ്ഞുകൊണ്ടിരിക്കുക. ആസ് എക്സ് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ലൂപ്പ് ചേഞ്ചസ്. ദെയർഫോർ an EMF is induced in the loop. അപ്പോൾ ആ EMF നമുക്ക് എങ്ങനെ എഴുതാം? EMF is equal to minus d∅dt ആണ്. ദാറ്റ് ഈസ് EMF is equal to minus d/dt ഓഫ് ഫൈ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഫൈ എത്രയാണ്? BLX ആണ്. ഓർ EMF is equal to, നമുക്ക് കോൺസ്റ്റൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ പറ്റില്ലെന്നറിയാം. BL പുറത്തായി ഇൻറ്റു മൈനസ് dx/dt ആണ്. അപ്പോൾ EMF is equal to, നമുക്ക് അറിയാം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല കോൺസ്റ്റൻസിനെ. മാഗ്നറ്റിക് ഫീൽഡ് B കോൺസ്റ്റൻ്റ് അല്ലേ. നമുക്കൊരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ്. ലെങ്ത് ദിസ് സൈഡ് അതും എന്താ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻസിനെ പുറത്താക്കി മൈനസ് d/dt ഓഫ് എക്സ് എന്ന് എഴുതി. ഈ എക്സ് എന്ന് വെച്ചാൽ എന്താ? ആക്ച്വലി പൊസിഷനാണ്. ഈ PS എന്ന പോയിന്റ് ഇങ്ങോട്ട് മാറുന്നതോടെ എക്സ് എന്ന് വെച്ചാൽ പൊസിഷനാണ്. അപ്പോൾ dx/dt ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ dx/dt എന്താണ്? dx/dt ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം എന്താണ്? അത് വെലോസിറ്റി ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം -BL × V എന്ന് എഴുതാം.
ദിസ് ഇ എം എഫ് ഈസ് കോൾഡ്, നമുക്ക് ഇങ്ങനെ വിളിക്കാം, മോഷണൽ ഇ എം എഫ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം പഠിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക്കാണ് മോഷണൽ ഇ എം എഫ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെൻസസ് ലോയുടെ കൂടെ ഒരു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആക്ച്വലി ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. എപ്പോൾ ഉണ്ടാകുന്നതാണ്? ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. റൂൾ ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ ഈ ഫിഗറിൽ ഈ ഭാഗമാണല്ലോ നീക്കിയത്. അപ്പം മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഇതാണ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഇയാളെയാണ് ഞാൻ മുന്നോട്ട് നീക്കിയത്. അപ്പോൾ തമ്പ് കാണിക്കുന്നത് മോഷൻ ഓഫ് ദി കണ്ടക്ടറാണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നല്ലോ, അതങ്ങനെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഫസ്റ്റ് ഫിംഗർ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ഹാൻഡാണ് എടുക്കേണ്ടത്. ദെൻ തമ്പ് കാണിക്കുന്നത് മോഷൻ ഓഫ് കണ്ടക്ടർ, അതായത് തമ്പ് സെൻട്രൽ ഫിംഗർ കണ്ടക്ടറാണ്. അപ്പോൾ അതേ നിയമമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡാണ്. And then the central finger shows the direction of induced current. ആ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണിക്കുന്നത് നമ്മുടെ കണ്ടല്ലോ പി. ഈ പിയുടെ ഡയറക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ പി എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? അപ്പോൾ തമ്പ് കാണിക്കുന്നതാണല്ലോ മോഷൻ ഓഫ് കണ്ടക്ടർ. അപ്പോൾ പിയുടെ ഡയറക്ഷനാണ്. ഫസ്റ്റ് ഫിംഗർ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം, സർഫസിന് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ തമ്പ് കാണിക്കുന്നത് പി എസ് എന്ന് പറയുന്ന ഭാഗം നീക്കുന്നത്, നമ്മൾ ഇങ്ങോട്ടല്ല നീക്കിയത്. അപ്പോൾ തമ്പ് കാണിക്കുന്നത് പി എസിൻ്റെ മോഷൻ ഓഫ് കണ്ടക്ടറാണ്. ഫസ്റ്റ് ഫിംഗർ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ സർഫസ് ആണ്. ദെൻ ദ സെൻട്രൽ ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ തമ്പ് കാണിക്കുന്നത് മോഷൻ ഓഫ് കണ്ടക്ടറാണ്. കണ്ടക്ടർ ഇങ്ങോട്ടല്ല നീക്കിയത്. ഫസ്റ്റ് ഫിഗർ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ടുവേഴ്സ് ദ പേപ്പർ അല്ലെങ്കിൽ പ്ലെയിൻ എങ്കിൽ തേർഡ് സെൻട്രൽ ഫിംഗർ കാണിക്കുന്നതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് സെൻട്രൽ ഫിംഗർ ഇതല്ലേ കാണിക്കുന്നത്. ഇത് കാണിക്കുക വെച്ചാൽ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇത് വെച്ച് കണ്ടുപിടിച്ചാൽ ഈസ് എലോങ് SRQP ആണ്. SRQP ഇതായിരിക്കും നിങ്ങളുടെ ഡയറക്ഷൻ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ടും കണ്ടുപിടിക്കാം. അപ്പോൾ റൂൾ ഇതാണ്. If we stretch the first finger, central finger and the thumb of our right hand in mutually perpendicular directions such that the first finger points along the direction of the field and the thumb is along the direction of motion of the conductor, then the central finger would give us the direction of induced current. അപ്പം കാര്യം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും. തമ്പ് കാണിക്കുന്നത് മോഷൻ ഓഫ് കണ്ടക്ടർ, ഫസ്റ്റ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് എങ്കിൽ ഇതിന് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ബോർഡ് എക്സാംസിനും ഒക്കെ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. നമുക്ക് ഇനി പഠിക്കാനുള്ള മറ്റൊരു പോർഷൻ എനർജി കൺസിഡറേഷൻ ഇൻ മോഷണൽ ഇ എം എഫ് ആണ്. എനർജി കൺസിഡറേഷൻ മോഷണൽ ഇ എം എഫ്. നമുക്കറിയാം എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നറിയാം അല്ലേ. പക്ഷെ നമ്മൾ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നപ്പോൾ ഒരു പുതിയ ഇലക്ട്രിക് എനർജി അല്ലേ ഉണ്ടാക്കിയത് ഒരു കണ്ടക്ടറിൽ. അങ്ങനെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇലക്ട്രിക് എനർജി ഉണ്ടാക്കിയാൽ അതൊരു ക്രിയേഷൻ ഓഫ് എനർജി അല്ലേ, ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറഞ്ഞതിന് ചെറിയൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, ഒരു ക്രിയേഷൻ ഓഫ് എനർജി ഉണ്ടായെന്ന്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ഈ ഒരു സംശയം മാറ്റാൻ വേണ്ടി, അതായത് ലെൻസസ് ലോ ഈസ് കൺസിസ്റ്റൻ്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, പ്രൂവ് ദാറ്റ് ലെൻസസ് ലോ ഈസ് കൺസിസ്റ്റൻ്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് വെച്ചാൽ ലെൻസസ് ലോ എന്തനുസരിക്കുമെന്നാണ് ലെൻസസ് ലോ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിക്കും എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എനർജി ഈസ് നോട്ട് ക്രിയേറ്റഡ് ബട്ട് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം അനദർ ഫോം ടു ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിട്ടും ഇൻഡ്യൂസ്ഡ് കറണ്ടായിട്ടും അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂവാണ് സൃഷ്ടിക്കപ്പെടുന്നത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗർ നമുക്കിവിടെ ഒന്നും കൂടി ആവശ്യമാണ്. നേരത്തെ വരച്ച ഫിഗർ ഇതല്ല, നമ്മൾ മോഷണൽ ഇ എം എഫിന് വേണ്ടി വരച്ച ഫിഗറായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഞാൻ വീണ്ടും വരയ്ക്കുന്നില്ല, നമ്മൾ ഈ ഫിഗർ ഉപയോഗിച്ച് നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫിഗർ അനുസരിച്ച് ഈ ഒരു കണ്ടക്ടറിനെ പി എസ് എന്ന് പറയുന്ന കണ്ടക്ടറിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന മോഷണൽ ഇ എം എഫ് എത്രയാണ്? E = BLV ആണ്.
സോ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ബി എൽ വി ആണ്. മൈനസ് സൈൻ ഞാൻ ഒഴിവാക്കി എന്താണെന്ന് ചോദിച്ചാൽ ഇ എം എഫ് ഈസ് ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അതൊരു ഫോഴ്സ് അല്ല, പിന്നെ എന്താണ്? ഇറ്റ്സ് എ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ആണ്, വിച്ച് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണ് ഇ എം എഫിന് ഞാൻ എഴുതിയപ്പോൾ മൈനസ് സൈൻ തൽക്കാലം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. ഈ ഒരു ഫിഗർ അനുസരിച്ച് നമ്മുടെ ഈ പി എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ലൂപ്പിലുണ്ടായ കറണ്ട് അഥവാ ഇ എം എഫ് ബി എൽ വി ആണ്. ഞാനൊരു കാര്യം പറയുവാണ്, ഇഫ് ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ മൂവബിൾ ആം പി എസ്, അതായത് ഈ പി എസിന്റെ റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടർ ആണല്ലോ, ഏത് കണ്ടക്ടറിന് എന്തുണ്ടാവും? റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇഫ് ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ പി എസ്, ഓക്കെ, അങ്ങനെ ആർ റെസിസ്റ്റൻസ് ആണെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ് ഐ ഈക്വൽസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കറണ്ട് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ലൂപ്പിലൊരു കറണ്ട് ഉണ്ടാക്കിയല്ലോ, ആ കറണ്ട് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഐ ഈസ് ഈക്വൽ ടു ഐ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോ വി ഈക്വൽസ് ഐ ആർ അല്ലേ, അപ്പോൾ ഐ ഈക്വൽസ് വി ബൈ ആർ, അതാണ് എഴുതിയിരിക്കുന്നത്. ആർ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, പി എസ് എന്ന കണ്ടക്ടറാണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ നമുക്ക് എന്നാ എഴുതാം? ഇവിടുത്തെ വോൾട്ടേജ് ആണ് വി എൽ വി ബൈ ആർ. സംശയിക്കേണ്ട, ഞാൻ വോൾട്ടേജും ഇ എം എഫും ഒന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞായിരുന്നു. ഇ എം എഫ് ഇസ് ദ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വിച്ച് ഇസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു ഇ എം എഫും വോൾട്ടേജും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും എന്ത് തന്നെയാണ്? വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ആണ്. അതുകൊണ്ടാണ് വോൾട്ടേജിന് പകരം ഞാൻ എന്തെഴുതിയത്? ഇ എം എഫ് ബി എൽ വി എന്ന് എഴുതിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഇതിപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ഈ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചു ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ എന്നാ പറ്റും? അതിനൊരു ഫോഴ്സ് ഉണ്ടാകും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ അതിനൊരു ഫോഴ്സ് ഉണ്ടാകും. ഓർമ്മയുണ്ടാക്കി, ഇതിന് മുമ്പത്തെ ചാപ്റ്റർ പഠിച്ചതാണ്. മൂവിങ് ചാർജസ് എന്ന് മാറ്റുന്ന ചാപ്റ്റർ പഠിക്കുന്നതാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിനൊരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു? അത് BIL ആണ്. ബി ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ എവിടെയാണോ ഇരിക്കുന്നത്, ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണോ ഇരിക്കുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഐ ഇസ് ദ കറണ്ട് പാസിങ് ത്രൂ ദ കണ്ടക്ടർ. ഇതൊരു കണ്ടക്ടറാണ്, അതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് ഐ. ആൻഡ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഓക്കെ, BIL ആണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾ നേരത്തെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കേസ് നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കിയേ, ഇപ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നുണ്ടല്ലോ, ഉണ്ട്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായപ്പോൾ അത് എവിടെ ഇപ്പോൾ ഇരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ് അല്ലേ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ റെക്ടാങ്കുലർ ലൂപ്പിന് ഒരു ഫോഴ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ PQ എന്ന് പറയുന്ന ഈ ഭാഗത്തിന് കറണ്ട് പോകുന്നുണ്ട്. ആ കറണ്ട് പോകുന്നുള്ള PQ എന്ന ഭാഗം എവിടെ? മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നുണ്ട്. ഇയാൾക്കൊരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് കാരണം അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ പിന്നീട് നോക്കാം. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഉണ്ടാകുന്ന ഫോഴ്സ് F ഈസ് ഈക്വൽ ടു BIL ആണ്. Therefore F ഈസ് ഈക്വൽ ടു BI എന്താണ്? ഐ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇൻറ്റു BLV ബൈ R ഇൻറ്റു എന്നാ ഉണ്ട്? L ഉണ്ട്. ഓക്കെ, നമ്മൾ എന്തായി പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ലെൻസസ് ലോ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ലെൻസസ് ലോ ആരെ അനുസരിക്കുന്നുണ്ട്? കൺസർവേഷൻ ഓഫ് എനർജി ലോയെ അനുസരിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്കൊരു ഫോഴ്സ് കിട്ടി. F ഈസ് ഈക്വൽ നമുക്ക് എന്നാ കിട്ടും? അപ്പോൾ F ഈസ് ഈക്വൽ ടു B² L² V ബൈ R എന്ന് കിട്ടും. ലെൻസസ് ലോ അനുസരിച്ച് തന്നെ ഈ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇയാൾക്കൊരു ഫോഴ്സ് ഉണ്ടാവില്ല, ഈ കണ്ടക്ടറിന് PS ഒരു ഫോഴ്സ് ഉണ്ടാവും. നമുക്കിതൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് കണ്ടുപിടിച്ചാൽ, ഞാൻ വെറുതെ ഇരിക്കുവാണ്, എന്നെ പുറകെ പിടിച്ചെടുത്തും തള്ളിയപ്പോൾ എന്നാ പറ്റി? എനിക്ക് മുന്നോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് കിട്ടി എൻ്റെ സ്ഥാനം മാറും. അതുപോലെ ഉള്ളൂ ഈ PS എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സ് തീർച്ചയായിട്ടും ലെൻസസ് ലോ അനുസരിച്ച് എന്തായിരിക്കും? The direction of this force is opposite to the velocity of the conductor. Velocity of the conductor താഴേക്കാണെങ്കിൽ ഈ ഫോഴ്സ് എന്നാ പറ്റും? ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇയാൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ആ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോൾ the power required to push the conductor
അതായത് ഞാൻ വെറുതെ നിൽക്കുന്ന കേസ് പറഞ്ഞല്ലോ. അപ്പോൾ എന്നെ തള്ളണമെങ്കിൽ തള്ളുന്നവനൊരു പവർ വേണ്ടേ? അപ്പോൾ ആ പവർ റിക്വയർഡ്, എന്നെ തള്ളാൻ, എനിക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നെ തള്ളാൻ വേണ്ട പവർ. അതുപോലെ ഈ കണ്ടക്ടറിനെ തള്ളാനുള്ള പവർ ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാം, പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്, നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ പവർ ഈക്വൽസ് നമുക്ക് എഴുതാം ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അത് നമ്മളോട് എഴുതിയേക്കുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. Therefore power is equal to b square L square v by r. എവിടുന്ന് കിട്ടി? ഫോഴ്സ് ഇതല്ലേ, മൾട്ടിപ്ലൈഡ് ബൈ വി. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇത്രയും പവർ വേണം ഏതാ? മറ്റേ ആ കണ്ടക്ടറിന്. ഏത് കണ്ടക്ടറിനാ? ഈ പി എസ് എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന്, കറണ്ട് കാര്യം കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അയാൾക്കൊരു ഫോഴ്സ് കൊടുക്കണമെങ്കിൽ എത്രയും പവർ വേണം? ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ പവർ വേണം. ആസ് ദ കണ്ടക്ടർ ഇസ് പുഷ്ഡ് മെക്കാനിക്കലി, ദ മെക്കാനിക്കൽ എനർജി ഡിസിപ്പേറ്റഡ് പെർ സെക്കൻഡ് ഈസ് ഗിവൺ ബൈ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് എന്നെ പിടിച്ച് തള്ളുന്നത് മെക്കാനിക്കൽ എനർജിയാണ് അല്ലേ? എന്നെ അർത്ഥം പെടുന്നതല്ല മെക്കാനിക്കൽ എനർജി. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കറണ്ട് കടന്നു പോയപ്പോൾ സ്വാഭാവികമായി അല്ലെങ്കിൽ സ്വമേധയാണ് ഈ കറണ്ട് കാര്യം കണ്ടക്ടറിന് ഒരു ഫോഴ്സ് ഉണ്ടായത്. അപ്പോൾ കറണ്ടാണ് ഇതിനെ തെള്ളുന്നത്. അപ്പോൾ കറണ്ട് തെള്ളുന്ന പവർ എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ പവർ ഐ, പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു ബി എൽ വി ബൈ ആർ. ബി എൽ വി ബൈ ആർ അതല്ലേ കറണ്ട് എന്ന് പറയുന്നത്, ബി എൽ വി ബൈ ആർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആർ ആണ്. ഓർ പവർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കിട്ടും. ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കിട്ടും. അതിൽ ഒരാറും ക്യാൻസൽ ആയി പോയാൽ എന്നാ പറ്റും? പവർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് ഏത് പവറാണ്? ദിസ് ഈസ് ദ എനർജി ഡിസിപ്പേറ്റഡ്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ആൻസർ കിട്ടിയല്ലോ, P is equal to B square L square V square by R. This is the mechanical power. B square L square V square by R. This is the എന്താണ്? Electrical power. Okay, അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെയാണെന്ന് മനസ്സിലായില്ലേ? Hence the mechanical energy required to move the conductor PQ. അപ്പോൾ the mechanical energy, ഇയാളെ മൂവ് ചെയ്യിക്കാനുള്ള mechanical energy required to move the conductor PQ is converted into electrical energy first. അപ്പോൾ അതിനെ മൂവ് ചെയ്യിക്കാനുള്ള എനർജി ആദ്യമേ ഇലക്ട്രിക്കൽ എനർജി, അതാണ് നമ്മൾ നേരത്തെ ഇൻഡ്യൂസ്ഡ് EMF. ആ ദെൻ ടു പിന്നെ നമുക്ക് തെർമൽ എനർജി ആയിട്ടൊക്കെ മാറും. അപ്പോൾ അത് നമുക്കിപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കാൻ, അതായത് നമ്മുടെ ആ മാഗ്നറ്റ് ഉണ്ടായിരുന്നല്ലോ, ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മളൊരു മെക്കാനിക്കൽ പവർ കൊടുക്കണം. എങ്ങോട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഈ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ. അപ്പോൾ ഈ മാഗ്നറ്റിനെ കോയിലിനടുത്തേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ പവറാണ് ആ കോയിലിൽ സൃഷ്ടിക്കപ്പെട്ട ഇലക്ട്രിക്കൽ പവറായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് മെക്കാനിക്കൽ പവർ പി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു എന്താണെന്ന് പ്രൂവ് ചെയ്യാം? ഇലക്ട്രിക്കൽ പവർ പി ഈസ് ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഇൻസൈഡ് ദ കണ്ടക്ടർ എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ലെൻസസ് ലോ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മർമ്മപ്രധാനമായ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ മോഷണൽ EMF എന്താണെന്ന് പഠിച്ചു. ലെൻസസിലോട് ആപ്ലിക്കേഷനായിട്ട് മോഷണൽ EMF കണ്ടാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി. ആൻഡ് ലെൻസസ് ലോ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക, ലെക്ചർ നോട്ട്സും തയ്യാറാക്കുക. കൂടുതൽ ബുക്സ് ഇതിനെക്കുറിച്ചുള്ളത് നിങ്ങൾ വായിക്കുക, നെറ്റിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുക. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു.